ഹലോ ഗൈസ്, വെൽക്കം ടു ജാനിക്സ്. നമ്മൾ കുറേ കാലമായില്ലേ ഒരു ലോങ് വീഡിയോയിൽ കണ്ടിട്ട്. പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും എനിക്ക് പറയാനില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഒരു ലോങ് വീഡിയോ ഇല്ലാതിരുന്നത്. ഷോർട്സിലൊക്കെ ആയിരുന്നു നമ്മൾ വീഡിയോസ് വഴി പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേ ആയില്ലേ എന്നെ കണ്ടിട്ട്. അപ്പോൾ വിചാരിച്ചു നിങ്ങൾക്കായിട്ടൊരു ലോങ് വീഡിയോ ആയിട്ട് വരാമെന്ന്. ഇന്ന് അതിന് പറ്റിയിട്ടുള്ളൊരു കോണ്ടന്റും ആയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ വെൽക്കം. ഏകദേശം തംബ്നെയിലിൽ നിന്നും ക്യാപ്ഷനിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇന്ന് നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്നത്. അത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാം ഐറ്റംസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ സംസാരം. എനിക്ക് മേക്കപ്പിനേക്കാൾ കുറച്ചുകൂടെ ഇഷ്ടം സ്കിൻ കെയർ ആണ്. അപ്പം ലിപ് കെയറിൽ മേക്കപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ലിപ്സ്റ്റിക്സ് ആണ്. ലിപ്സ്റ്റിക്സ് അല്ലാതെ ലിപ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റും യൂസ് ചെയ്തിട്ട് ഓക്കെ അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ പ്രോഡക്ട്സിൻ്റെ ഒന്നും ലിങ്കും കാര്യങ്ങളും ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ജെന്യുവിൻലി വാങ്ങി എനിക്ക് യൂസ് ചെയ്തപ്പം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. ആൻഡ് അതിൽ ഇഷ്ടമുള്ള കാര്യം എന്താണെന്നും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്നൊക്കെയാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ലിസ്റ്റിലെ ഫസ്റ്റ് ഐറ്റമാണ് ഈ ഓസിഗ്ലോയുടെ ഡേ ആൻഡ് ഡ്രീം ലിപ് കിസി ബാം. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലൈറ്റായിട്ടുള്ളൊരു ഫോമുലയാണ്. വളരെ ചെറിയൊരു ഫ്രാഗ്രൻസ് ആണ് ഇതിനുള്ളത്. ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതൊരു ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ് ബാമാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, എന്നാൽ നമ്മുടെ ലിപ്പ് വളരെ സോഫ്റ്റാക്കി ഭയങ്കര ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. ലിപ് ബാംസിൻ്റെ ഈ ഹൈഡ്രേഷൻ തരിക, അതുപോലെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുക. അതേപോലെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഒരു സ്മെല്ല്. ഭയങ്കര പഞ്ചൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണെങ്കിൽ അതിപ്പോൾ എത്ര നല്ല സ്മെല്ലായാലും കുറേ നേരം ലിപ്സിലിരിക്കുക, ഈ മൂക്കിൻ്റെ താഴെയല്ലേ ഉള്ളത്. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഈ ഓസിഗ്ലോൻ്റെ കേസിൽ വരുമ്പോൾ ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു സ്മെല്ലാണ്. ആൻഡ് ദിസ് ഇസ് റിയലി ഗുഡ്. ഒരു റീറ്റെയിൽ പ്രൈസ് വരുന്നത് 750 സംതിങ് ആണ്. പക്ഷേ നമുക്ക് ഈ ടൈമിൽ അതൊരു ഓഫറിൽ പോകുന്നുണ്ട് തോന്നുന്നു. ഒരു 400 സംതിങ്ങിന് നമുക്കിത് കിട്ടും. ആൻഡ് ഇറ്റ്സ് വർത്ത്. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി വരുന്നുണ്ട്. കുറച്ച് കാലം നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റി ഇതിലുണ്ട്. ആൻഡ് ദിസ് ഇസ് റിയലി ഗുഡ്. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് പിക്ക്. ആൻഡ് മൈ സെക്കൻഡ് ഫേവറേറ്റ് ഇസ് ദിസ് ബോഡി ഷോപ്പിൻ്റെ സ്പൈസ്ഡ് ഓറഞ്ച് ഫ്ലേവറിൽ വരുന്ന ലിപ് ബാം ആണ്. ലിപ് ബട്ടർ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ലിപ് ബട്ടർ എന്നാണ് ഇവരിതിന് പറയുന്നത്. ക്രുവൽറ്റി ഫ്രീ, വീഗൻ ആണ്, അങ്ങനെയുള്ള കുറേ നല്ല ഫാക്ടേഴ്സ് ഈ ബോഡി ഷോപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ലിസ്റ്റിലുള്ള ഒരു ലിപ് ബാം ആണ്. ഇതിന് നല്ലൊരു സ്മെല്ലുണ്ട്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഓറഞ്ച് ആൻഡ് സിന്നമൺ ഫ്രാഗ്രൻസിൽ വരുന്നതാണ്. അത് തിങ്സ് ഈ ഒരു സ്മെല്ല് എനിക്ക് ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പിന്നെ ചെറുങ്ങനെ ഈ സ്മെല്ല് ഇഷ്ടമല്ലാതെ വരുന്നൊരവസ്ഥ ഉണ്ട്. ബട്ട് അപ്പാർട്ട് ഫ്രം സ്മെൽ, ഇതിൻ്റെ പെർഫോമൻസ്, കീപ്പിംഗ് യുവർ ലിപ്സ് ഹൈഡ്രേറ്റഡ്, അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെത് കുറച്ചൊരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സാണ്. ലൈക്ക് അപ്പർ ലിപ്പ് കുറച്ചുകൂടെ ഡാർക്കറാണ് ദാൻ ലോവർ ലിപ്പ്. അപ്പം അത് കറക്റ്റ് ചെയ്യാനും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റും. അതിൽ കുറേയൊക്കെ കറക്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ടും എനിക്ക് ഈ ഒരു ലിപ് ബാം വളരെ ഇഷ്ടമാണ്. ആൻഡ് ദിസ് ഇസ് റീറ്റെയിൽസ് ₹395. അപ്പം ആ ഒരു റേഞ്ചിൽ നോക്കുമ്പോൾ ദിസ് ഇസ് റിയലി ഗുഡ്. ആൻഡ് നല്ലൊരു ക്വാണ്ടിറ്റി വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റിയിലാണ് വരുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് അഗെയിൻ എനിക്കിഷ്ടമുള്ള ഒരു ഐറ്റമാണ്. ലിപ് ബാംസ് ഈ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെയുള്ള ഈ 2 ലിപ് ബാംസ് എനിക്കിഷ്ടമാണ്. ബട്ട് ഇത് രണ്ടും അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് ചില സമയത്ത് പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ഒരു ഇൻകൺവീനിയൻസ് ആണ്. നമ്മൾ വീട്ടിൻ്റെ അകത്ത് വളരെ വൃത്തിയായിട്ടുള്ള കൈയൊക്കെ ആണെങ്കിലും നമുക്ക് പുറത്ത് നിന്ന് റീഅപ്ലൈ ചെയ്യേണ്ടിയൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് എനിക്കിങ്ങനെ ബുള്ളറ്റ് ആയിട്ടുള്ള എന്താ പറയുക ലിപ് കെയർസ്, ലിപ് ഐറ്റംസ് വളരെ ഇഷ്ടം. അപ്പം അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലിപ് ബാമാണ് ഈ വിഷ് കെയർ സെറമൈഡ് ലിപ് ബാം എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ടിൻറ്റഡ്. അപ്പം ചെറിയൊരു പിങ്ക് കളർ ഇതിനുണ്ട്. ലിപ്സ്റ്റിക്ക് ഇടണ്ട, പക്ഷെ ലിപ്സിന് ചെറിയൊരു കളർ വേണം, ഒരു ചെറിയൊരു ടിൻറ്റ് വേണം എന്നൊക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ ഏറ്റവും പ്രത്യേകതയായിട്ടുള്ളത് ഇത് SPF 50 PA++ ആണ്. നമുക്ക് ലിപ്സിന് എല്ലാ സ്കിന്നിലും, അതായത് ഫേസിലായാലും കയ്യിലായാലും കാലിലായാലും സൺ എക്സ്പോഷർ കിട്ടുന്ന എല്ലായിടത്തും SPF യൂസ് ചെയ്യണം എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെയാണ് ലിപ്സിനും. അപ്പോൾ ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ മിക്കവാറും യൂസ് ചെയ്യുന്ന ലിപ് ബാം ഇതാണ്.
വിഷ് കെയറിൻ്റെ സെറമൈഡ് ലിപ് ബാം. ആൻഡ് ദിസ് ഇസ് റിയലി ഗുഡ്. വളരെ സോഫ്റ്റ് ആണ്. ഇതിൽ സെറമൈഡ് മാത്രമല്ല, കോജിക് ആസിഡും നയസിനമൈഡും ഉണ്ട്. ആൻഡ് വാട്ടർമെലൺ എൻ്റെ ഒരു ഫ്ലേവറിലാണ് ഇത് വരുന്നത്. വളരെ ലൈറ്റാണ്, നമുക്ക് ഒട്ടുമേ ഒട്ടി അങ്ങനെയല്ല ഉള്ളത്. ആൻഡ് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മളൊരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കില്ലേ, അപ്പോൾ അതിൻ്റെ താഴെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലിപ് ബാം തന്നെയാണ് ഈ വിഷ് കെയറിൻ്റെ സൺ പ്രൂഫ് ലിപ്സ് സെറമൈഡ് സ്മൂത്ത് ഈ ഒരു ലിപ് ബാം. സോ അഗെയിൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഇത്. LA ഗേൾ ലിപ് ഓയിൽ, ലിപ് ബാംസ്, ലിപ് ഓയിൽ അങ്ങനത്തേതൊക്കെ ഞാൻ ഒരേ കാറ്റഗറിയിലാണ് ഈ ഒരു വീഡിയോയിൽ കൺസിഡർ ചെയ്യുന്നത്. കാരണം ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്ന ലിപ്സ്റ്റിക് അല്ലാത്ത ഐറ്റംസ്, അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പം LA ഗേളിൻ്റെ ലിപ്പ് ഓയിൽ, ഇത് നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേറ്റർ ആണുള്ളത്. കുറച്ചൊരു ഗ്ലിറ്ററി ആണ്. അപ്പം ഓൺ ടോപ്പ് ഓഫ് എ ലിപ്സ്റ്റിക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് ഓൺ ടോപ്പ് ഓഫ് എ ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യാം, ചുമ്മാ അതും യൂസ് ചെയ്യാം, രണ്ടിലും നല്ലതാണ്. അപ്പം ഇതും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന എൻ്റെ ഒരു ലിപ്പ് ഐറ്റമാണ്. ദിസ് ഇസ് LA ഗേൾ ലിപ്പ് ഓയിൽ. നെക്സ്റ്റ്, ഇവരെല്ലാവരും ഒരേ കാറ്റഗറിയിലാണ് വരുന്നത്. ഇവരെല്ലാവരും എനിക്കിഷ്ടമാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂട്രിജീനയുടെ ലിപ് ബാം ആണ്. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന, ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നൈറ്റാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത്. ആൻഡ് നമുക്ക് ഈസി ടു ക്യാരിങ് ആണ്. ഇതിങ്ങനെ ഒരു ബുള്ളറ്റ് കുഞ്ഞ് സൈസ് ആയതുകൊണ്ട്, കോമ്പാക്ട് സൈസ് ആയതുകൊണ്ട് നല്ലതാണ്. എനിക്ക് ഇഷ്ടമുള്ള കാറ്റഗറി തന്നെയാണ് ഇതും. ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ടിൻറ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഡേ ടൈമിൽ അല്ലെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാൻ ഒരു മടി. ആൻഡ് ലിപ്സ്റ്റിക്കിൻ്റെ അടിയിൽ, ലിപ്സ്റ്റിക്കിന് താഴെയായിട്ട് ലിപ്സ് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലിപ് ബാം ആണ്. ആൻഡ് റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസിങ് ആണ് ഇതിന് വരുന്നത്. 300 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. സോ ഐ തിങ്ക് ദിസ് ഇസ് റിയലി ഗുഡ്. ഇത് ഡോവിൻ്റെതാണ്. എനിക്ക് ഡോവ് ന്യൂട്രിജീനയൊക്കെ ഒരുപോലെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഡോവിൻ്റെ കേസിൽ ഉള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട്, ഇപ്പം ബോഡി ഷോപ്പിൻ്റെ പോലെ തന്നെ ഇതിന് കുറച്ചൊരു സ്മെല്ലുണ്ട്. ബോഡി ഷോപ്പിൻ്റെ അത് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ആ സ്മെല്ലിങ്ങനെ നമുക്ക് ഗ്രോ ചെയ്ത് വരുന്നതാണെങ്കിൽ, ഇത് ഇടുന്ന സമയത്ത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു സ്മെല്ലുണ്ട്, ഒരു നല്ല സെൻറ്റ് ഉണ്ട് ഇതിന്. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഡിമിനിഷ് ആകും. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ഗുഡ്. സ്മെല്ലുണ്ടെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്മെല്ലാണ്. ആൻഡ് ലിപ്പ് നറിഷ് ചെയ്യുന്നതിലും ഹൈഡ്രേറ്റ് ചെയ്യുന്നതിലും ദിസ് ഇസ് റിയലി ഗുഡ്. ഡോവ് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇതുവഴി റിലീസ് ചെയ്തിട്ടുള്ളത്. ദിസ് ഇസ് ബേർഡ്സ് ബീസ്. ഇത് എനിക്ക് പുറത്തുനിന്നൊരു ഫ്രണ്ട് കൊണ്ട് തന്നതാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ്. ഡിവാക്സിൻ്റെ ലിപ് ബാം ആണ് വരുന്നത്. വെരി നാച്ചുറൽ. ആൻഡ് ഇതിൽ വൈറ്റമിൻ ഇ ആൻഡ് പെപ്പർമിൻറ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലിപ്പിൻ്റെ ഡിസ്കളറേഷൻ, ഈ ഒരു പിഗ്മെൻറ്റേഷൻ മാറ്റാൻ ഇത് ഒരുപാട് ഹെൽപ്പിംഗ് ആണ്. നമ്മളൊരു റെഗുലർ ബേസിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി റിയലി ഗുഡ്. ആൻഡ് പെപ്പർമിൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കൂളിംഗ് എഫക്റ്റ് ഇല്ലേ ചുണ്ടിൽ, നമുക്ക് പെപ്പർമിൻറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഈ ചൂയിങ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കൂളിംഗ് ഇഫക്റ്റ് വരില്ലേ, അങ്ങനെ ഒരു ഇഫക്റ്റ് തരുന്നതാണ് ഈ ഒരു ഐറ്റം. ആൻഡ് ദിസ് ഇസ് റിയലി ഗുഡ്. വെരി അൺപോപ്പുലർ ഒപ്പീനിയൻ, ഈ മിനിമലിസ്റ്റിൻ്റെ ലിപ് ബാം യൂസ് ചെയ്തിട്ടുള്ള പലർക്കും വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷേ എനിക്കെന്തോ ഒട്ടുമേ വർക്ക് ആവാത്തൊരു പ്രൊഡക്റ്റാണ്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലും ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഹൈഡ്രേറ്റിങ്ങേ ആയിട്ടില്ല. എനിക്കിത് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്തിട്ടേ ഇല്ല. വിത്തിൻ 1 hour തന്നെ ലിപ്സ് വീണ്ടും ഡ്രൈ അപ്പ് ആവാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ പാക്കേജിങ് നോക്കുകയാണെങ്കിൽ ഇൻകൺവീനിയൻ്റ് ആണ്. ഒന്നാമത്തെ കേസ്, നമ്മൾ ആപ്ലിക്കേറ്ററായിട്ട് കൈ വിരൽ വെച്ചിട്ട് തന്നെ എടുക്കണം. ആൻഡ് ഈ ഒരു ഗ്ലാസ് ജാർ പെട്ടെന്ന് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് ക്യാപ്പ് വിത്തിൻ ഫ്യൂ മന്ത്സ് തന്നെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് വൈസ് ആയിട്ടുണ്ടെങ്കിലും, ഈ പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക, കേസ് ആയിട്ടുണ്ടെങ്കിലും SPF 30 ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇതിപ്പം ഒരു ഡേ ടൈമിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക് ഇട്ട് അങ്ങനെ ആയാലും വർക്ക് ആവാത്തൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബൈ ദിസ് എനിമോർ. നെക്സ്റ്റ് വരുന്നത് സുദിയോയുടെ ഈ ഒരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഐ തിങ്ക് 99 rupees എങ്ങാനും വരുന്ന ഒരു ലിപ് ബാം ആണ്. ഈ ഒരു കളർ ഷെയ്ഡ് കണ്ടിട്ടാണ് ഞാനിത് സെലക്ട് ചെയ്യുന്നത്. 99 rupees. ഈ ഇപ്പോൾ ഡോ ഒക്കെ നമുക്ക് ഓഫറിലൊക്കെ ആയിട്ട് ഈ ഒരു റേഞ്ചിൽ മേ ബി ഒരു 10-20 rupees മാറ്റത്തിൽ കിട്ടും. പക്ഷേ ഒരു
ലിപ് ബാം നമുക്ക് ചെയ്യേണ്ട ഒരു മിനിമം വർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ലിപ്സ് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അത് ഇത് ഒട്ടുമേ ചെയ്യാത്തൊരു കാര്യമാണ്. ഇത് ലിപ്സ്റ്റിക്കിൻ്റെ അണ്ടറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ലിപ്സ് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇത് മാത്രം ഒരു ടിൻറ്റോട് കൂടെ യൂസ് ചെയ്യുകയാണെങ്കിലും വിത്തിൻ ഫ്യൂ അവേഴ്സ്, ലൈക്ക് വിത്തിൻ 1 hour ഓർ സോ, ഇതിൻ്റെ ഹൈഡ്രേഷൻ ആയിട്ടല്ല, നമുക്കൊരു ഓയിൽ അപ്ലൈ ചെയ്തൊരു ഫീലാണ് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഒട്ടുമേ ഹൈഡ്രേറ്റിംഗ് അല്ലാത്ത ഒരു ഐറ്റമാണ്. ഐ എം റിയലി ഡിസപ്പോയിൻറ്റഡ് ഓൺ ദിസ്. ഇനി ഇവർ രണ്ടുപേരാണ്. ഇത് നമ്മുടെ ഗുഡ് ഓൾ വാസലിൻ ആൻഡ് ദിസ് ഇസ് ബയോലൈൻ. ഇത് രണ്ടും 10 rupees പാക്കാണ് ഈ വരുന്നത് തോന്നുന്നത്. ഫസ്റ്റ് ടൈമായിട്ട് ഞാനൊരു ലിപ് ബാം ഒക്കെ യൂസ് ചെയ്യുന്നത് വാസലിനാണ്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഒരു നൊസ്റ്റാൾജിക് ഫാക്ടർ ഇതിനുണ്ട് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഡസ് ഇറ്റ്സ് വർക്ക് പ്രിറ്റി ഗുഡ്. നമുക്ക് വളരെ ചാപ്ഡ് ആയിട്ടുള്ളൊരു ലിപ്സ് ഉണ്ടാവുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഒന്നും അപ്ലൈ ചെയ്യാൻ തോന്നുന്നില്ല, എനിക്ക് ഒന്നും വേണ്ട എന്ന് ഫീൽ ചെയ്യുന്ന, ഒട്ടുമേ മേക്കപ്പ് ഒന്നും അപ്ലൈ ചെയ്യാൻ തോന്നുന്നില്ലാത്തൊരു സമയത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ തോന്നുന്ന ഒരാളാണ് വാസലിൻ. അതുപോലെ ഈ ബയോലൈൻ, ഇത് ഞാൻ ഇങ്ങനെ ടാറ്റു ചെയ്ത സമയത്ത് ടാറ്റുവിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ലിപ്സ് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ക്രാക്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ചാപ്പ് ലിപ്സ് എന്ന്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഇത് വാങ്ങിയത്. എനിക്കിഷ്ടമായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയപ്പം വിത്തിൻ 2 days തന്നെ ലിപ്പ് പൊട്ടിയിരിക്കുന്നതൊക്കെ മാറി. അപ്പം എനിക്ക് തോന്നുന്നു ഇതും നല്ലതാണെന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും ചെറുതാണ്. കോസ്മെറ്റിക്സ് ആയിട്ട് എത്രത്തോളം ഇത് ലിപ്സ്റ്റിക്കിൻ്റെ താഴെയൊന്നും യൂസ് ചെയ്യാൻ ഒട്ടുമേ കൊള്ളില്ല. ലിപ്സ്റ്റിക് ഒക്കെ അങ്ങ് പരത്തും. പക്ഷെ ഇറ്റ് ഈസ് റിയലി ഗുഡ് ഫോർ നൂറിഷിങ് യുവർ ലിപ്സ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് എൻ്റെ ലിപ് കെയർ ഐറ്റംസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ വളരെ ഇഷ്ടമുള്ള ഐറ്റംസ് ഉണ്ട്, ഒട്ടുമേ എനിക്ക് ഓക്കെ അല്ലാത്ത ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും ഫേവറേറ്റ് ഐറ്റം ഉണ്ട്, എപ്പോഴും നമ്മൾ റീപർച്ചേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് OG ആണ്, എനിക്ക് സ്ഥിരമായിട്ട് ഈ ഒരു ഐറ്റം എൻ്റെ കയ്യിൽ വേണം എന്ന് തോന്നുന്നുണ്ടോ? അതേപോലെ ഇനി ഒരിക്കലും വാങ്ങില്ല എന്ന് തോന്നുന്ന ഐറ്റംസ് ഉണ്ടോ? ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെ ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും എനിക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് എ ബൈ ഫ്രം ജാനെക്സ്.